ഇവിടെ ട്രിവാൻഡ്രം മൊത്തം ഫുൾ മഴ. ആ മഴയൊന്നും വക വയ്ക്കാതെ ഏതൊക്കെയോ മല പിടിക്കാൻ പോവുകയാണ് നമ്മൾ 3 പേരും കൂടെ. 3 പേര് അത്ര നല്ല സംഖ്യയല്ല, എന്നാലും ലിവനും പിന്നെ മഴയുടെ ശമനം ആശ്വാസകരമാണെങ്കിലും എപ്പോൾ വേണമെങ്കിലും മഴയുടെ സ്വഭാവം മാറാം. അതുകൊണ്ട് കരുതലുകളൊന്നും മറന്നു. പിന്നെ അതിമനോഹരമായ 4 വരിപ്പാതയിലൂടെ രാവിലെ എത്തുന്നത് ദഹിക്കാതെ എലിൻ്റെ ഇടയിൽ കയറിയതിന്റെ പ്രസരിപ്പാണ് ആ കാണുന്നത്. അറിയേണ്ടവർ അറിയാൻ ഇന്ധന വിലയുടെ വർധനവ് വളരെ നിഷ്ഠൂരകരമായി നമ്മളെ ചതിച്ച മഴയോട് കടപിടിക്കാൻ നമ്മൾ റെയിൻകോട്ടിൽ അഭയം പ്രാപിച്ചു. 1 മണിക്കൂർ വ്യായാമ കേന്ദ്രത്തിൽ പോയി വ്യായാമം ചെയ്താൽ പോലും കിട്ടാത്തത്ര ഗുണം ഈ റോഡ് ഞങ്ങൾക്ക് ശരീരത്തിൽ ഇളകി മറിയാൻ അവയവങ്ങൾ ബാക്കിയില്ല. നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്താറായെന്ന സൂചന കോട നിറഞ്ഞ ഈ പാത. അങ്ങനെ യാത്രയുടെ അവസാനം ഞങ്ങൾ ലക്ഷ്യസ്ഥാനത്തെത്തിയിരിക്കുന്നു. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്ന 2 പേരെ ഉപേക്ഷിച്ച് യാത്ര തുടങ്ങി. മഴയുടെ പിന്തുടർച്ച കാരണം റെയിൻകോട്ടിന് എന്തായാലും റെസ്റ്റ് ഇല്ല. പിന്നെ പാട്ടുപെട്ടിയിൽ പാട്ടിട്ട് എല്ലാവരും വൈബേഷ്. പോകുന്ന വഴിക്ക് അതാ കാണുന്നു ഒരു കലാകാരന്റെ മനോഹര സൃഷ്ടി. പോകുന്ന വഴിക്ക് ഒരു കുഞ്ഞു ചായക്കട. ഈ മനോഹാരിത കണ്ടപ്പോൾ കൂടെ ഉണ്ടായിരുന്നവന്റെ പ്രസരിപ്പ്. പിന്നെ ഇതൊക്കെ കണ്ടാ വർദ്ധിച്ചില്ലെങ്കിലേ കുഴപ്പമുള്ളൂ. പിന്നെ ഫോട്ടോ എടുക്കാനായിരുന്നു. ഈ ക്ലൈമറ്റിൽ ഈ അമ്പലത്തിന്റെ ഭംഗി വളരെ വ്യത്യസ്തമാണ്. ശ്രദ്ധ മാറിയപ്പോൾ ഒരുവൻ ഒരു പൊളിഞ്ഞ ഏർമാടത്തിന് മുകളിൽ കയറി താഴെ കാണുന്ന കുഴിയെക്കുറിച്ച് വിവരിച്ചപ്പോൾ അദ്ദേഹം ഇറങ്ങാൻ നിർബന്ധം. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതാണ് കാളിമലയുടെ ശരിക്കുമുള്ള വ്യൂ പോയിന്റ്. സത്യത്തിൽ ഈ മലയുടെ ഭംഗി കാണേണ്ടത് ഇങ്ങനെയല്ല. കോട ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറുമ്പോൾ സർപ്രൈസ് ആയിട്ട് കാണണം. അതാണ് അതിന്റെ ബ്യൂട്ടി. ഇനി ഒട്ടും സമയം കളഞ്ഞില്ല, മലയിറക്കം തുടങ്ങി. അങ്ങനെ നേരെ തിരിച്ച് വീട്ടിലേക്ക്